എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞത് സപ്തസ്വരങ്ങൾ 4 കാലം താളമടിച്ചു പാടി അകാര ഇകാര മകാരങ്ങൾ പാടുന്നത്, സരളി വരിശകൾ 10 അത് നമ്മൾ 3 കാലങ്ങൾ പാടി 2, 3, 4 കാലങ്ങൾ പാടി അതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ എങ്ങനെയാണ് പാടുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞുള്ള ക്ലാസ്സിൽ നമ്മൾ മധ്യസ്ഥായി വരിശകൾ 5 അതും 3 കാലങ്ങൾ 2, 3, 4 കാലങ്ങൾ നമുക്ക് എങ്ങനെ പാടാം എന്ന് നമ്മൾ പാടി അതിൻ്റെ അകാര ഇകാര മകാരങ്ങളെല്ലാം നമ്മൾ പാടിയിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാടാൻ പോകുന്നത് ജണ്ട വരിശകൾ, ജണ്ടം അല്ലെങ്കിൽ ഇരട്ട വരിശകൾ, 2 സ്വരങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ രീതിക്കാണ് ജണ്ടം അല്ലെങ്കിൽ ജണ്ട വരിശകൾ, ഇരട്ട വരിശകൾ എന്ന് പറയും. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, പാടുന്നത്. കഴിഞ്ഞ സാറ്റർഡേ നമുക്ക് ക്ലാസ് എടുക്കേണ്ടതാണ്, പക്ഷെ അന്ന് നമ്മുടേതായ കുറച്ച് പ്രോഗ്രാമിൻ്റെ തിരക്കും യാത്രയൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ സാറ്റർഡേ വൈകുന്നേരം ക്ലാസ് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഒരു ചെറിയൊരു അസൗകര്യമാണ്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ കുറച്ച് സീസൺ ആയതുകൊണ്ട് കുറച്ച് പ്രോഗ്രാമും കുറച്ച് യാത്രകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ കുറച്ച് തിരക്ക്, നമുക്ക് ആ വിചാരിച്ച സമയത്തൊന്നും റെക്കോർഡ് ചെയ്യാനോ ഇടാനോ സാധിച്ചില്ല. അതുകൊണ്ടാണ്. വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആൾക്കാർ കാണുന്നത് വളരെ കുറച്ചാണെങ്കിൽ പോലും നമ്മൾ ആ ജോലി എന്ന നിലയ്ക്ക്, നമ്മളുടെ ഏറ്റെടുത്ത ഒരു കാര്യം എന്ന നിലയ്ക്ക് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംഭവിച്ചാണ്, കുറച്ച് തിരക്കൊണ്ട് ആ റെക്കോർഡ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ജണ്ട വരിശകളാണ്, ഇരട്ട വരിശകൾ. അത് നമ്മൾ ഇരട്ട വരിശകളായതുകൊണ്ട് തന്നെ നമ്മൾ 1-ാം കാലത്തിൽ തന്നെ ഒരടിക്ക് 2 സ്വരം വെച്ചിട്ടാണ് നമ്മളിത് പാടി തുടങ്ങുക. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു 1-ാം കാലം ഒരടിക്ക് 1 സ്വരം, 2-ാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം 4 സ്വരം, 4-ാം കാലം 8 സ്വരം. ആ ഒരു കണക്ക് പ്രകാരമാണ് നമ്മൾ ഇത്രയുമുള്ള വരിശകളെല്ലാം പാടി വന്നത്. പക്ഷെ ജണ്ട വരിശകൾ പാടുന്നത് അങ്ങനെയല്ല. ജണ്ടം എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് 2 സ്വരങ്ങളാണ്, ഡബിൾ നോട്ട്സ് ആണ് വരിക. സ സ, രി രി, ഗ ഗ, മ മ, പ പ, ധ ധ, നീ നീ, സ സ. അങ്ങനെ ഒരടിക്ക് 2 സ്വരമായിട്ടാണ് നമ്മൾ അതിൻ്റെ 1-ാം കാലം തന്നെ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇന്ന് പാടുന്നത് ജണ്ട വരിശകളിൽ 1-ാമത്തെ സ്വരമാണ്, 1-ാമത്തെ വരിശയാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണം. സപ്തസ്വരങ്ങൾ നമ്മൾ എങ്ങനെയാ പാടിയത്? സരി ഗ മ പ ധ നി സ, സ നി ധ പ മ ഗ രി സ, സരി ഗ മ പ ധ നി സ, സ നി ധ പ മ ഗ രി സ. അതാണ് നമ്മൾ മായാമാളവ ഗൗള രാഗത്തിലും ആദ്യ താളത്തിലും നമ്മൾ സപ്തസ്വരങ്ങൾ അങ്ങനെയാണ് പാടിയത്. ഈ സരിഗമ പദനിസ തന്നെ എല്ലാ സ്വരങ്ങളെയും 2 റിപ്പീറ്റ് ചെയ്ത് പാടുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സ ഐക്ക് പകരം സ സ, രി രി, ഗ ഗ, മ മ, പ പ, ധ ധ, നീ നീ, സ സ. ആരോഹണം. ഇനി അവരോഹണം പാടുമ്പോൾ അതുപോലെ തന്നെ 2 സ്വരങ്ങളായിട്ട് സ സ, നീ നീ, ധ ധ, പ പ, മ മ, ഗ ഗ, രി രി, സ സ. സരിഗമപനി പകരം സരി ഗ മ പ ധ നി സ, സ നി ധ പ മ ഗ രി സ. അത് 2 പാടുമ്പം സ സ രി രി, ഗ ഗ, മ മ, പ പ, ധ ധ, നീ നീ, സ സ, സ സ, നീ നീ, ധ ധ, പ പ, മ മ, ഗ ഗ, രി രി, സ സ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഹെഡിങ് ജണ്ട വരിശകൾ എന്ന് എഴുതുക. എന്നിട്ട് വരിശ 1 അല്ലെങ്കിൽ 1 എന്നിട്ടിട്ട് 2 വര വരയ്ക്കണം. സ സ,
രീ രി ഗ ഗ മാ മാ. അത് കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കണം. പ പ ധ ധ നീ നി സ സ. അപ്പം ആദ്യത്തെ ലൈൻ കഴിഞ്ഞു, ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, ആരോഹണം കഴിഞ്ഞു. വീണ്ടും 2 വര വരയ്ക്കണം. അത് കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് ലൈൻ ഡിസെൻഡിങ് ഓർഡർ 2 വര വരയ്ക്കണം. സ സ നീ നി ധ ധ പ പ മാ മാ. സ സ നീ നി ധ ധ പ പ. ആ പാപ്പ കഴിഞ്ഞാൽ അതായത് 8 സ്വരം, 4 2 വരുമ്പോൾ 8. സനിധ പ അത് 2 വരുമ്പോൾ 8. പാ കഴിഞ്ഞാൽ 2 പാ കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കുക. പിന്നെ മാമ ഗ ഗ രീ രി സ സ. പിന്നെ 2 വര വരയ്ക്കുക. അപ്പോൾ ആദ്യം 2 വര എന്ന് പറയുന്നത് താളം തുടങ്ങി എന്നതിനെ കാണിക്കുന്നതാണ്. ഇടയ്ക്ക് വരുന്ന ഒരു വര എന്ന് പറയുന്നത് താളം പകുതിയായി എന്ന് കാണിക്കുന്നതാണ്. അവസാനത്തെ 2 വര എന്ന് പറയുന്നത് താളം അവസാനിച്ചു എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ താളം, ഒന്നാമത്തെ താളം, രണ്ടാമത്തെ താളത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വരച്ചെഴുതുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. അത് 2 വര, സ സ രീ രി ഗ ഗ മ മ ഒരു വര, പ പ ദ ദ നീ നി സ സ 2 വര. അടുത്ത ലൈൻ 2 വര, സ സ നീ നി ദ ദ പ പ ഒരു വര, മ മ ഗ ഗ രീ രി സ സ 2 വര. ഈ പകുതി ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരടി ഒരു വീച്ച് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതാറുണ്ട്. അത് നിങ്ങൾക്ക് താളം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ 2 വര ഇടയ്ക്ക് താളം പകുതിയായതിനെ സൂചിപ്പിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ആ ഒരു കണക്ക് വെച്ച് കൃത്യമായി നോട്ട് എഴുതി പോയാൽ മതി. അപ്പോൾ ജണ്ടവരിശകൾ ഒന്നാമത്തത് ആണിപ്പോൾ നമ്മൾ പറഞ്ഞത്. സാറിൻ്റെ ജണ്ടവരിശകൾ പാടേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്വരത്തിന് കുറച്ച് പ്രഷർ കൊടുത്താണ് പാടുക. ഇപ്പോൾ സ സ രീ രി ഗ ഗ മ മ എന്നാണ് പാടുക. പക്ഷെ ശരിക്ക് അതിന് പാടേണ്ട ശരിക്കുള്ള മെത്തേഡ് പറയുന്നത് സ സ രീ രി ഗ ഗ മ മ പ പ ദ ധ നീ നി സ സ സ സ നീ നി ദ ധ പ പ മ മ ഗ ഗ രീ രി സ സ. അങ്ങനെ രണ്ടാമത് വരുന്ന സ്വരങ്ങൾക്കെല്ലാം ഒന്ന് അടിച്ചു പാടുക എന്നാണ് പറയുക. ഒന്ന് സ്ട്രെസ് ചെയ്ത് പാടുക. അവിടെ സ സ രീ രി ഗ ഗ മ മ പ പ ദ ധ നീ നി സ സ സ സ നീ നി ധ ധ പ പ മ മ ഗ ഗ രീ രി സ സ. പക്ഷെ ഇവിടെ സാധാരണ പാടുന്നത് എല്ലാവരും അങ്ങനെ പാടാറില്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു മെത്തേഡിൽ അങ്ങനെ പാടണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി, അത് പാടുന്നൊരു ശൈലി. പക്ഷെ സാധാരണ പാടുന്ന എല്ലാവരും സ സ രീ രി ഗ ഗ അങ്ങനെയാണ് പാടിപ്പോവാനും പതിവ്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നാം കാലം എന്ന് പറയുന്നത് ജണ്ടം എന്ന് പറഞ്ഞ വാക്കിനടുത്ത് 2 അല്ലെങ്കിൽ ഇരട്ട എന്നായതുകൊണ്ട് തന്നെ ഒന്നാം കാലത്തിൽ 2 സ്വരങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കിയാണ് പാടുക. അപ്പം സ സ രീ രി ഗ ഗ മ മ പ പ ധ ധ നീ നി സ സ. തിരിച്ചു പാടുമ്പോൾ സ സ നീ നി ധ ധ പ പ മ മ ഗ ഗ രീ രി സ സ. 2 ആരോഹണത്തിലും അവരോഹണത്തിലും. ഒന്ന് പാടാൻ നോക്കിക്കോളൂ. സ സ രീ രി ഗ ഗ മ മ പ പ ധ ധ നീ നി സ സ
സാ സാ നീ നീ ധ ധ പ പ മാ മാ ഗ ഗ രി രി സാ 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 രി രി ഗ ഗ മാ മാ പ പ ധ ധ നീ നീ സ സ സാ സാ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സാ സാ. ഒന്നാം കാലം. അപ്പം ഓട്ടോമാറ്റിക്കലി എങ്ങനെ അടുത്ത് സംഭവിക്കുക? രണ്ടാം കാലത്തിൽ വരുമ്പം അതും ഡയറക്റ്റ് സ്വരമായിട്ടാണ് വരിക. നമ്മൾ രണ്ടാം കാലത്തിൽ പാടുമ്പം ഒന്നാം കാലത്തിൽ രണ്ട് സ്വരം പാടിയത് കൊണ്ട് രണ്ടാം കാലത്തിൽ അത് 4 സ്വരമായിട്ട് വരും. അങ്ങനെ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ ഉണ്ടോ? അങ്ങനെ സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി സ സ രി രി 4 സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ. അപ്പം അതിന് 2 സ്വരമായിട്ട് അടുത്ത കാലത്തിലേക്ക് പോകും. അപ്പോൾ ഒന്നാം കാലത്തിൽ 2, രണ്ടാം കാലത്തിൽ 4, നാലാം കാലത്തിൽ 8. ഒന്നാം കാലത്തിൽ 2, ഒന്നാം കാലത്തിൽ 2, രണ്ടാം കാലത്തിൽ 4, മൂന്നാം കാലത്തിൽ 8. ആ കണക്ക് വെച്ചിട്ടാണ് ജണ്ട വരച്ചുകൊണ്ട് നമ്മൾ പാടിപ്പോവുക. ഓക്കെ. അപ്പം ആദ്യം ഒന്നാം കാലം നല്ലപോലെ താള പിടിച്ച് പാടി ഒന്ന് കറക്റ്റ് ചെയ്യുക. എങ്ങനെ? സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. അടുത്തതോ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ ഉണ്ടോ? സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. അപ്പോൾ സ സ രി രി ഗ ഗ മ മ 8 സ്വരമായി. അപ്പോൾ 2, 4, 8. ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം. 2, 4, 8. ഒന്നാം കാലത്തിൽ 2, രണ്ടാം കാലത്തിൽ 4, മൂന്നാം കാലത്തിൽ 8. ആ കണക്ക് വെച്ച് പാടുക. സ സ രി രി ഗ ഗ മ മ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. അത് മൂന്നാം കാലത്തിൽ വരും. അപ്പം സ സ രി രി
pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 di di ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 ri ri ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 ri ri ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 ri ri ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 ri ri ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa 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 ri ri ga ga ma ma pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa sa. ഇതാണ് ജണ്ടവരിശകളിൽ ഒന്നാമത്തത് താളമടിച്ച് 1, 2, 3 കാലം പാടുന്ന മെത്തേഡ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർ, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, വെറുതെ കേൾക്കുന്നവരല്ല, ഇത് കേട്ടിട്ട് ഇതിൻ്റെ കൂടെ അത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുന്നവർ കൃത്യമായി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ കൃത്യമായ കണക്ക് പ്രകാരം വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട് കൃത്യമായി ഫോളോ ചെയ്ത് എഴുതി അത് കൃത്യമായ നോട്ട് അതിൻ്റെ ഓർഡർ ഫോളോ ചെയ്ത് പോവുക. ആ പ്രകാരം തന്നെ നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ഈ പറയുന്ന വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അത് കേട്ട് അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകാരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മറ്റ് വരിശകളെല്ലാം നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ അതിൻ്റെ അകാരങ്ങൾ ഉകാര അകാരം അകാരങ്ങളൊക്കെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പാടാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അങ്ങനെ പാടിപ്പോവുക. സരി സരി ഡി ഗ മ മ ആ അങ്ങനെ പോവാ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എല്ലാവരും താളമടിച്ച് ശ്രുതിയിട്ട് താളമടിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുകയും പാടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.